ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ബീഹാറിൽ ഏതു വിധേനയും അധികാരം പിടിക്കാൻ എൻ.ഡി.എ പെടാപ്പാട് പെടുകയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന പേരിൽ ബീഹാറിൽ വലിയ കളികളാണ് ബി.ജെ.പി കളിക്കുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ബീഹാറിൽ അധികാരത്തിലെത്തുക എന്നത് എൻ.ഡി.എ വലിയ ലക്ഷ്യമായി കാണുകയാണ്. അതിനിടയിൽ ബീഹാറിൽ മുസ്ലിം വോട്ടുകൾ വെട്ടാൻ ശ്രമമെന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. 80,000 മുസ്ലിം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ബി.ജെ.പി ശ്രമിക്കുന്നു എന്നാണ് ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബീഹാറിലെ ധാക്ക മണ്ഡലത്തിലാണ് വോട്ട് വെട്ടാൻ ശ്രമം നടന്നത് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ധാക്കയിലെ ബി.ജെ.പി എം.എൽ.എ പവൻകുമാർ ജയ്സ്വാളിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേരിലും പട്നയിലെ ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുമാണ് വോട്ട് വെട്ടാൻ അപേക്ഷ നൽകിയത്. 78,000-ലധികം മുസ്ലിം വോട്ടർമാർ ഇന്ത്യൻ പൗരന്മാരല്ല എന്നാരോപിച്ചാണ് വോട്ട് വെട്ടാൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടാൻ നൽകിയ അപേക്ഷ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ജില്ലാ ഓഫീസർ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നിവർക്കാണ് അപേക്ഷ നൽകിയത്. ധാക്ക നിയോജക മണ്ഡലത്തിൽ മുസ്ലിം വോട്ടർമാരെ കൂട്ടത്തോടെ ഇല്ലാതാക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള ആസൂത്രിതവും ലക്ഷ്യബോധത്തോടെയുമുള്ള ശ്രമമാണിത് എന്നാണ് ആരോപണം. തെറ്റായ വിവരങ്ങൾ നൽകി വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിക്കുന്നത് കുറ്റകരമാണ്. എന്നാൽ ധാക്കയിലെ പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന ശ്രമത്തിനെതിരെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഒക്ടോബർ 1-നാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്നത്. റിപ്പോർട്ടിനെ കുറിച്ച് പവൻ ജയ്സ്വാൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ പ്രതിപക്ഷമായ RJD 4,000 ഹിന്ദു വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചതായി അദ്ദേഹം ആരോപിച്ചു. പക്ഷേ MLA തെളിവ് നൽകാൻ നിരസിച്ചെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ പ്രദേശവാസികൾ ഇപ്പോൾ ആശങ്കകൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ബി.ജെ.പി നീക്കം ചെയ്യാൻ ശ്രമിച്ച പട്ടികയിൽ അധ്യാപകർ, ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ, പുതിയതായി രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ തുടങ്ങിയവരും ഉൾപ്പെടുന്നു. ഇത് ഏറെ ഗൗരവമുള്ള റിപ്പോർട്ടാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്.